എന്നാൽ 72 പിഴച്ചു പോണ കക്ഷികൾക്കുള്ള സ്വഭാവം എന്താ അറിയുന്നത്? അവർ സ്വഹാബത്തിനെ പരിഗണിക്കൂല എന്നാണ് അവരുടെ പ്രത്യേകത. സ്വഹാബത്തിനെ പരിഗണിക്കുന്നത് ഒരൊറ്റ പാർട്ടി ഉണ്ടാവുള്ളൂ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി തങ്ങളോട് രക്ഷപ്പെടുന്ന പാർട്ടി ഏതാന്ന് ചോദിച്ചപ്പോ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് വന്നത്, മാന അലൈഹി വസ്വാബി എന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത് ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. അപ്പൊ മുസ്ലിമായി മരിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തായിട്ട് ജീവിച്ചു മരിക്കാന്നാ. ഞാൻ ഈ സംസാരിക്കുന്ന നാട് ശൈഖുന മർഹൂം പതി ഉസ്താദിന്റെ നാടാണ്. ഈ നാട്ടുകാരോട് അധികം ഞാൻ ഉസ്താദിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. വന്യരായ പതി ഉസ്താദ് ജനിച്ച മണ്ണാണ് ഈ മണ്ണ്. 1948 പതി ഉസ്താദ് മലബാർ മേഖലയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റുന്നത്. 58 മാർച്ച് 8 ബഹുമാനപ്പെട്ട പതി ഉസ്താദ് മരണപ്പെട്ടത്. ഇതുപോലെയുള്ള ഒരു മാർച്ചിലായിരുന്നു. ഇന്ന് മാർച്ച് 18 ശൈഖുന പതി ഉസ്താദ് 1958 മാർച്ച് 8 വഫാത്തായത്. അഹ്ലുസുന്നയുടെ ആദർശ പോരാളിയായിരുന്നു. ഈ ഓച്ചിറയിലാണ് ബഹുമാനപ്പെട്ട പതി ഉസ്താദ് ഓതി പഠിച്ചത്. വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാരാണ് ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ. ആ പതി ഉസ്താദിന്റെ ജീവിതം ഏറ്റവും അധികം സമർപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ തനതായ രൂപമല്ലേ അഹ്ലുസുന്ന വൽ ജമാഅ, അത് ജനങ്ങളെ പഠിപ്പിക്കാനാണ്. മികച്ച പ്രഭാഷകനായിരുന്നു, മികച്ച പ്രഭാഷകൻ. പതി ഉസ്താദിന്റെ വാക്കുകൾക്ക് കാതോർക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തിയിരുന്നു ആ കാലത്ത്. ഉസ്താദിന്റെ ജീവിതം തന്നെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനായിരുന്നു. ആ ഉസ്താദിന്റെ ഒരു ജന്മനാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാഥ, ഉസ്താദിന്റെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ ഉസ്താദിന്റെ ജന്മനാടായ ഈ നാട്ടിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഉസ്താദിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ ഞങ്ങൾക്കെല്ലാം നീ ഇടം നൽകണേ അല്ലാഹ്. ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സ്വഹാബത്ത് പഠിപ്പിച്ച റൂട്ടിലുള്ളവർ സുന്നികൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ സുന്നികളായി ജീവിക്കണം. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സ്വഹാബത്ത് കേരളത്തിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പറയുന്ന ചരിത്രമാണത്. അതിലൊന്നും ഇപ്പോൾ ആരും മുസ്ലിങ്ങൾക്ക് തർക്കമൊന്നുമില്ലേ. അവരിവിടെ പള്ളി ഉണ്ടാക്കി, അൽഹംദുലില്ലാ, അവർ ധാരാളം പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വഹാബത്ത് കേരളത്തിൽ. നിങ്ങൾ ആ പള്ളിയിലൊക്കെ നോക്കിക്കോളി. ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിലെ പള്ളിയാണ്. ആ പള്ളി ഉൾപ്പെടെ കാസർഗോഡും ധർമ്മടത്തും ശ്രീകണ്ഠപുരത്തും പന്തലായനിയിലും എത്ര സ്ഥലത്താണ് അവർ പള്ളി പണിതത്. നിങ്ങൾ ആ പള്ളികളിലൊക്കെ നോക്കിക്കോളൂ, സുന്നികളുടെ ആചാരയെ കാണും. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മാത്രം നോക്കിയാൽ പോരെ. സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികളിൽ അറബിയിലുള്ള ഖുതുബ കണ്ടങ്ങൾ, അറബി ഭാഷയിലാ ഖുതുബ ഓതുക. എന്നാൽ സുന്നികളല്ലാത്ത കക്ഷികളുടെ പള്ളികളിലോ അവര് മാതൃഭാഷയിൽ ഖുതുബ ഓതുന്നവരാ. അങ്ങനൊരു ഇസ്ലാമില്ല. ഈ ഖുതുബ എന്ന് പറയുന്നത് ഒരു ആരാധനയാണ്. വെള്ളിയാഴ്ച ജുമുഅയുടെ ഭാഗമായി നടക്കുന്ന ഒരു ആരാധനയാണ്. ആരാധനയുടെ ഭാഷ ഇസ്ലാമിൽ അറബിയാണ്. അറബിയിലാണ് തോന്നേണ്ടത്. അപ്പൊ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന SUSന്റെ ആദർശ സമ്മേളനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടും പറയുന്നു, നിങ്ങൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും ഏത് ടൗണിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും വെള്ളിയാഴ്ച അറബി ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ പോയി നിങ്ങളുടെ ജുമുഅ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്, നിങ്ങൾ അതുപോലെ നിസ്കരിക്കണട്ടാ. ഇത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബത്ത് നബിയിൽ നിന്ന് വുളൂഅ് മനസ്സിലാക്കി, നിസ്കാരം മനസ്സിലാക്കി, ബാങ്ക് മനസ്സിലാക്കി, ഖുതുബ മനസ്സിലാക്കി, അല്ലേ? ഇതെല്ലാം പഠിച്ച സ്വഹാബത്ത് കേരളത്തിൽ വന്നു. അവർ നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു. അതല്ല ഇത് ജനങ്ങൾക്ക് തിരിയേണ്ട ഭാഷയിലാണെങ്കിൽ സുന്നികളായ നമുക്ക് ഒരു നിർബന്ധമില്ല ഇത് മലയാളത്തിൽ ഓതിക്കൂടാന്നുള്ളത്. ഇന്നിപ്പോ ഈ പ്രസംഗം നടത്തുന്ന ഞാനൊരു പള്ളിയിലെ ഖത്തീബാണ്. ഈ പ്രസംഗം നടത്തുന്ന എനിക്കൊരു 15 മിനിറ്റിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ജനങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചു കൊടുത്തൂടെ? ഏതെങ്കിലും ഇപ്പൊ സുന്നി ഖത്തീബുമാർക്കൊക്കെ അത് കഴിയാത്തോണ്ടാണ്. പക്ഷെ ഉമ്മമാരെ അത് പാടില്ല, അങ്ങനൊരു ദീനില്ല.
കാരണം ഇസ്ലാമിന്റെ ഭാഷ അറബിയാണ്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി ഏതാണെന്നറിയോ നിങ്ങൾ? ലോകത്താദ്യം നമ്മുടെ കേരളത്തിലാണ്. അതാ സങ്കടം. നിങ്ങളെ തൊട്ടടുത്ത ജില്ലയല്ലേ, ഏതാണ്ടൊക്കെ അടുത്ത് കിടക്കുന്ന ജില്ലയിലെ എറണാകുളം. ആ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരിയിലാണ് ആ പള്ളിയുള്ളത്. ആ പള്ളിയുടെ മിമ്പറുമെന്നാണ് ലോക മുസ്ലിമീങ്ങൾ ഈ അത്ഭുതം കണ്ടത്. കാരണം ആ പള്ളിയിൽ ഉറുദുവിൽ ഖുതുബ ഓതി. ആദ്യമായിട്ട് ഉറുദുവിലാണ് ആ പള്ളിയിൽ ഖുതുബ ഓതിയത്. എന്താ, ആ നാട്ടിലൊക്കെ ബംഗാളികളായതുകൊണ്ടല്ല. ആ പള്ളി ഹാജി അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ സമയത്ത് ഒരു ഇമാമത്ത് നിൽക്കാൻ ഒരാളും കിട്ടിയില്ല. കേരളക്കാർ മുഴുവൻ അവഗണിച്ചു. എങ്ങനെ ഇമാമത്ത് നിൽക്കാൻ ആളെ കിട്ടുമോ? കാരണം അതൊരു പുതിയ പള്ളിയാണ്. അവിടെ പുതിയ പരിഷ്കാരമാണ്, പുതിയ സംസ്കാരമാണ്, പുതിയ ആചാരമാണ്, പുതിയ ആരാധനയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ആ പള്ളി അവഗണിച്ചു. അപ്പൊ ഈ ഹാജി അബ്ദുള്ള എന്താ ചെയ്തറിയോ? ഹൈദരാബാദിൽ നിന്ന് കിട്ടിയ ആളായിട്ട് പോന്നു. ഹൈദരാബാദിൽ നിന്ന് ഒരാളെ കിട്ടി ഇമാമത്തുക്കാൻ. അപ്പൊ അയാൾക്ക് മലയാളം അറിയില്ല, അയാൾക്ക് അറിയുന്നത് ഉറുദുവാണ്. അപ്പൊ അയാൾ ഉറുദുവിൽ ഖുതുബ ഓതി. ഇനി ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ ആളെ കിട്ടി. ഇനി മഹ്മൂമിങ്ങളോ എറണാകുളത്തെ മട്ടാഞ്ചേരിക്കാരല്ല അവിടെ നിസ്കരിച്ചാൻ പോയത്. ഇതൊക്കെ ആ പള്ളിയുടെ ചരിത്രം എഴുതി വെച്ച മൗലവിമാരുടെ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാ അവിടെ മഹ്മൂമിങ്ങളെ കിട്ടിയത് അറിയങ്ങൾ? അന്യ സംസ്ഥാനത്ത് നിന്ന് കൈത്തൊഴിൽ അറിയുന്ന ആളുകളെ കൊണ്ടുവന്നു. അവരോടൊക്കെ ഈ ഹാജി അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾക്ക് പണി പൈസയൊക്കെ ഞാൻ തരാം, ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പള്ളിയിലൊന്നും നിസ്കരിച്ചാൽ മതി. ഇമാമത്തൊക്കെ അവിടുന്ന് കൊടുത്തത്. അപ്പോൾ നിസ്കരിച്ചാൽ നിങ്ങളേറ്റാ വന്നിക്കണം, ഇങ്ങോട്ട് നിസ്കരിച്ചാൽ വരേണ്ടിയാണ്. അങ്ങനെയാണ് ആ പള്ളിയിൽ ആളുണ്ടായത്. അതിനുശേഷമാണ് തുർക്കിയിലെ മുസ്തഫ കമാൽ. നമുക്കറിയാം, ഇസ്ലാമിക സംസ്കാരത്തെ നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ എന്നെ കേട്ടു നിൽക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ. നമ്മുടെ ഈ കെട്ടുറപ്പ് തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാരെന്നറിയോ? ഏകോദര സഹോദരങ്ങളായി ഈ മുസ്ലിം ഉമ്മത്ത് ഇവിടെ കഴിഞ്ഞുകൂടിയായിരുന്നു. നബിയുടെ ശിഷ്യന്മാര് ദീനെത്തിച്ച ഒരു നാട്ടിൽ ഈ ഏകോദര സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയ കക്ഷികൾ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെ പണി എന്താ? ബ്രിട്ടീഷുകാരെ പണി നമ്മളെ തെറ്റിപ്പിക്കാൻ തന്നെയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ തന്ത്രം. അവരാണ് ഈ ഉമ്മത്തിന്റെ ഐക്യം തകർത്തത്. അങ്ങനെ പല ജാതി കക്ഷികൾ ഇസ്ലാമിന്റെ ലേബലിൽ നമ്മുടെ നാട്ടിൽ വന്നു. അവരെയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പതിയുസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ സന്ദർഭോചിതമായി എതിർത്തു. അവരിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകന്നു നിൽക്കണമെന്ന് പറഞ്ഞു. അവർ മുന്നോട്ട് വെച്ച നിലപാട് ഇസ്ലാമിന്റെ നയനിലപാടുകളല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികളിൽ നിങ്ങൾക്ക് ജുമുഅക്ക് 2 ബാങ്ക് കേൾക്കാം. ജുമുഅക്ക് 2 ബാങ്ക്. സുന്നികളുടെ പള്ളികളിലോ ജുമുഅക്ക് 2 ബാങ്ക്. മക്കത്ത് എത്രയാ ബാങ്ക്? മക്കത്ത് 2. മദീനത്ത് എത്രയാ ബാങ്ക്? മദീനത്തും 2. മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലൊക്കെ ജുമുഅക്ക് 2 ബാങ്കാണ്. സുന്നികളുടെ പള്ളിയിലും ജുമുഅക്ക് 2 ബാങ്ക്. എന്നാൽ സുന്നികളല്ലാത്ത കക്ഷികളെടുത്തോളി നിങ്ങൾ. ഇപ്പൊ മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമിയോ ഈ കൂട്ടരുടെ ഒക്കെ പള്ളിയിൽ ഒറ്റ ബാങ്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ സത്യത്തിൽ ഈ ജുമുഅയുടെ 2ാം ബാങ്ക് ആരാ നടപ്പിലാക്കിയത്? നബിതങ്ങളുടെ കാലത്ത് ജുമുഅക്ക് 1 ബാങ്കാ. സിദ്ദീഖ് എന്നവരുടെ ഭരണകാലത്ത് ജുമുഅക്ക് 1 ബാങ്കാ. ഉമർ എന്നവരുടെ ഭരണകാലത്ത് ജുമുഅക്ക് 1 ബാങ്കാ. പിന്നെ ആരാണ് ഈ ബാങ്ക് നടപ്പിലാക്കിയത്? ഇസ്ലാമിലെ 3ാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് ജുമുഅക്ക് എപ്പോഴാ 2ാം ബാങ്ക് കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ടാണല്ലോ സമയമായപ്പോൾ മൂപ്പര് നടപ്പിലാക്കിയത്. പിന്നെ ആ ബാങ്ക് എന്തുണ്ടായത്? ആ ബാങ്ക് സ്ഥിരപ്പെട്ടു. നിങ്ങൾക്ക് ബുഖാരി കാണാം ഈ ബാങ്കിനെ കുറിച്ച് പറയുന്നത് ഫസബത്തൽ അംറു അലാ ദാലിക. ഈ ബാങ്കാണ് സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ജുമുഅക്ക് 2 ബാങ്ക്, സുന്നിയുടെ പള്ളിയിൽ ജുമുഅക്ക് 2 ബാങ്ക്. നമ്മൾ എന്തിനാ ഉസ്മാൻ റളിയല്ലാഹു നടപ്പിലാക്കി ഈ കാര്യം നമ്മൾ ചെയ്യുന്നതിനാ? അത് നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് നബി ചെയ്ത് നോക്കിയാൽ പോരെ? അതിന്റെ മറുപടി നബി തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. മതത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ കാണാം.
ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ കാലശേഷം ജീവിക്കുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ കാണും മതത്തില്. ആ സമയത്തിൽ അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ ശരീരം മുറുകെ പിടിക്കണേ, എൻ്റെ ഖുലഫാഇന്റെ ശരീരം മുറുകെ പിടിക്കണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ കണ്ടോ, ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ശരീരം മുറുകെ പിടിക്കണം എന്ന് നബി നമ്മളോട് പറഞ്ഞതാ. നമുക്കത് മതി, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങുകൊടുക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ തറാവീഹ് അടുത്തപ്പോ ഈ ആഴ്ച ഈ ദിവസമൊക്കെ എന്തായാലും നമ്മൾ തറാവീഹ് നിസ്കരിക്കോ അല്ലേ? അടുത്ത എന്തായിരുന്നാലും വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങുകയാണ്, സംശയമില്ല. ബുധനാഴ്ച മാസം കണ്ടാൽ വ്യാഴാഴ്ച നോമ്പ് ഒന്നാവും അല്ലേ? മാസപ്പിറവി ദർശിച്ചാൽ നമ്മൾ റമദാനിലേക്ക് കടന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു രാത്രിയാണ് റമദാനിലെ ആദ്യ രാത്രി. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താ അറിയോ? ഈ ലൈലത്തുൽ ഖദ്ർ ആദ്യത്തെ രാത്രിയിലാന്ന് പറഞ്ഞവരുണ്ട്. നമ്മളന്ന് എവിടെ ഉണ്ടാകുക? മിക്കവാറും നമ്മൾ ഏതെങ്കിലും ടൗണിലാവും. എന്നിട്ടോ ഇനിയിപ്പോൾ ഇന്നിങ്ങനെയാണ് പോട്ടെ, നാളെ തുടങ്ങാം തറാവീഹ്, ഇന്നിങ്ങനെയാണ് പോട്ടെ എന്ന് പറയും. അങ്ങനെ പോകാൻ പാടില്ല. റമദാനിലെ ആദ്യത്തെ രാവ് നമ്മൾ പരിഗണിക്കേണ്ട രാവാ, മഹത്വമുള്ള രാത്രിയാണ്. റമദാനിലെ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. തറാവീഹ് നിസ്കാരം അതെത്ര റക്അത്താ? മക്കത്ത് നിസ്കരിക്കുന്നത് 20 റക്അത്താ. സഹോദരിമാർ നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ. മദീനത്ത് നിസ്കരിക്കുന്നതോ 20 റക്അത്ത്. സുന്നികൾ നിസ്കരിക്കുന്നതോ 20 റക്അത്ത്. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയുള്ള കക്ഷികൾ നിസ്കരിക്കുന്നതോ ഇപ്പോൾ 20 ഉണ്ട്, അങ്ങനെ പറയണം. ഈ കഴിഞ്ഞ മുജാഹിദിന്റെ ഒരു പത്രം അൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ട് അവർക്ക്. അത് ഈ മാർച്ച് മാസം പുറത്തിറങ്ങിയിരിക്കണം, നിങ്ങൾ അറിഞ്ഞു കാണും. അതിൽ ഓല എഴുതിയിരിക്കണം, അല്ല എഴുതിയത് നമ്മളുള്ളത് പോലെ പറയണല്ലോ. കുറേ കാലത്തിന് ശേഷം ഈ സത്യോൽ അംഗീകരിച്ചു. ഓലും പറയുന്നത് തറാവീഹ് അത് 20 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ള. എത്ര മനുഷ്യന്മാർ 8 നിസ്കരിച്ചു മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ അയറ്റാളൊക്കെ എന്താ ചെയ്യുക? ഇത് 8 നിസ്കരിക്കാവൂന്നല്ലേ ഓല പഠിപ്പിച്ചത് അല്ലേ? നിങ്ങളയച്ചു നോക്കി, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അറിഞ്ഞു കാണും, സൗദി ഗ്രാൻഡ് മുഫ്തി സൗദി അറേബ്യയിൽ ഇറങ്ങുന്ന അൽ മദീന എന്ന് പറയുന്ന പത്രമുണ്ട്. ആ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ അയാൾ പറഞ്ഞത്? 2 ഹറമുകളിലും തറാവീഹ് നിസ്കരിക്കുന്നത് 20ആണ്. അതുപോലെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാത്തവർ അള്ളാഹുവിന്റെ നരകം ഭയപ്പെടട്ടെ. ആര് പറഞ്ഞതാ? ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ AP ഉസ്താദ് പറഞ്ഞതല്ലട്ടാ. ഇത് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി അൽ മദീന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയാം. അതിലൊരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട് അയാൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ? അത് ഏതാണ് ആയത്ത്? ആയത്ത് ഇപ്പൊ ഇന്നലെ ഇറങ്ങിയതല്ലല്ലോ, പണ്ടേ ഉള്ളതല്ലേ. 4-ാം അധ്യായം 115-ാം വചന. എന്താണ് ആയത്തിൽ അല്ലാഹ് പറയുന്നത്? വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് അയാൾ പറയണെന്നറിയോ? ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്നറിയോ? സച്ചരിതരായ നമ്മുടെ മുൻഗാമികളുടെ മാർഗം, ആ വഴി ഒഴിവാക്കിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ പാത വെട്ടിത്തെളിയിക്കുകയാണെങ്കിൽ അല്ലാഹ് പറയുന്നു, ഓനെ നമ്മൾ നരകത്തിലേക്ക് തള്ളും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്തോതിയിട്ട് സൗദി ഗ്രാൻഡ് മുഫ്തി പറയണെന്നറിയോ? 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാത്തവൻ അള്ളാഹിന്റെ നരകം ഭയപ്പെടട്ടെ എന്ന്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ നിസ്കാരം 20 നിസ്കരിക്കേണ്ടത്. ഇതൊരു കാലത്ത് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ സലഫികളുടെ പഴയകാല മദ്രസ പാഠപുസ്തകം ഇന്നുണ്ടല്ലോ, എൻ്റെ കയ്യിലൊക്കെ ഉണ്ടാ ബുക്ക്. ഒരു കാലത്ത് അവർ മദ്രസയിലെ പിള്ളേരെ പഠിപ്പിച്ചത്, ആ പുസ്തകത്തിന്റെ പേര് കിതാബ് അവ്വലും ഫിൽ അമലിയാത്ത് എന്നാ. ആ പുസ്തകത്തിൽ തറാവീഹിന്റെ റക്അത്ത് പറയുന്നിടത്ത് പറയണമെന്നറിയോ? 20 റക്അത്താ. നിങ്ങൾ ആലോചിച്ചു നോക്കി, 20 റക്അത്താ തറാവീഹ് നിസ്കാരം എന്നാ പറയണം. ഒരു പിന്നീട് അതുപോലെ 8 പറഞ്ഞു. അപ്പൊ 8 പറയാൻ ഓൽക്കുന്ന ഒരു ഹദീസ് കിട്ടിയതറിയ നിങ്ങൾ? ആ ഹദീസ് ഉണ്ട്. ആയിഷ ബീവിനോട് ചോദിച്ചു, നബിന്റെ നിസ്കാരം റമദാനിൽ എങ്ങനെയായിരുന്നു ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി അതിനൊരു ഉത്തരം പറഞ്ഞു. ഇതപ്പോ വരെ തെളിവ്. പക്ഷെ ആ ഹദീസ് ശരിക്കും വായിച്ച ഒരു പ്രശ്നമില്ല.
ശരിക്കും വായിക്കൂലല്ലോ, മുഴുവൻ വായിച്ച് പഠിക്കൂല. അതുപോലെ എല്ലാവരും സ്വഭാവമാണ്. ആയിഷ ബീവി പറഞ്ഞതിന് ഉത്തരം എന്താണെന്നറിയോ? നബി റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും 11 വർദ്ധിപ്പിച്ചിട്ടില്ല. എന്താ ആയിഷ ബീവി പറഞ്ഞു? റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും 11 കൂട്ടിയിട്ടില്ല. അല്ല, ഈ റമളാൻ അല്ലാത്തപ്പോ എപ്പോഴാ തറാവി ഉള്ളത്? ഇത് റമളാനിൽ മാത്രമുള്ള നിസ്കാരല്ലേ? അപ്പൊ ഈ നിസ്കാരം ഏതല്ല? നബി 11 നിസ്കരിച്ചു എന്ന് പറഞ്ഞ നിസ്കാരം തറാവി അല്ല, അതേതാണ്? വിത്റാണ്. ഇനി മാത്രമല്ല, നബി നിസ്കരിച്ചത് എങ്ങനെയെന്ന് ഹദീസിന്റെ ബാക്കി ഭാഗത്തുണ്ട്. ഈ 11 നിസ്കരിച്ചത് എങ്ങനെയാണ് ഈ ഹദീസിൽ പറയുന്നത്? എങ്ങനെ അറിയോ? 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കും, പിന്നെ 4 നിസ്കരിക്കും, പിന്നെ 3 നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കാൻ വിത്രേ പറ്റുള്ളൂ, തറാവി പറ്റൂല. തറാവിയിൽ ഈ 2 റക്അത്തിൽ സലാം വീട്ടൽ നിർബന്ധം. അപ്പൊ ഇത് ഒരിക്കലും തറാവി അല്ല. പിന്നെ ഈ ഹദീസിൽ തറാവി എത്ര റക്അത്താന്നുണ്ടോ നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിക്കണം. നബി തങ്ങൾ ബുഖാരി കാണാം, നബി തങ്ങൾ സ്വഹാബത്തിനെ കൂട്ടി ഒരു ദിവസം റമളാനിൽ നിസ്കരിച്ചു. അത് ഇത്ര റക്അത്താന്ന് ബുഖാരിയിൽ ഇല്ലട്ടോ, 20 എന്നില്ല. ഇല്ലാത്ത നമ്മൾ ഉണ്ട് എന്ന് പറയരുത്, നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. അതിൽ 8 എന്നില്ല, 20 എന്നില്ല, ഒന്നുമില്ല. നബി നിസ്കരിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നബി തങ്ങൾ ആകെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിസ്കരിച്ചു. പിന്നെ 4-ാം ദിവസം നിസ്കാരത്തിന് പോയില്ല. അതിന്റെ കാരണം നബി പറഞ്ഞു, ഈ നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുന്നു ഞാൻ പേടിച്ചു എന്നാ പറഞ്ഞു. കാരണം ഇത് കേട്ടറിഞ്ഞ് ആൾക്കാർ വരില്ലേ. പിന്നെ നാട്ടിലൊക്കെ ചില ഭാഗത്ത് കാണാൻ കഴിയും, ഈ 1-ാമത്തെ ദിവസമൊക്കെ തറായിക്ക് നല്ല ആളുണ്ടാവും, പിന്നെ ഇങ്ങനെ പോകും, പിന്നെ അവസാനത്തിൽ ഇങ്ങനെ വരും. ഈ നാട്ടിൽ പിന്നെ അങ്ങനെയല്ല, അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് തറാവി സ്വഹാബത്ത് ഇങ്ങനെ കേട്ടറിഞ്ഞ് ഇങ്ങനെ വരികയല്ലേ. അപ്പൊ നബി തങ്ങൾ പേടിച്ചു പോയി. എന്തിനാ പേടിച്ച്? ഈ ഉമ്മത്തിന് ഇത് ഫർളാക്കുന്നു പേടിച്ചു, 20 റക്അത്ത് ഫർളാക്കുന്നു പേടിച്ചു പോയി. അപ്പൊ പിന്നെ സ്വഹാബത്ത് നിസ്കരിച്ചില്ലേ? തറാവി നിസ്കരിച്ചു, പക്ഷെ ഒറ്റ ജമാഅത്തായിട്ട് നബിയുടെ കീഴിൽ നിസ്കാരം നടന്നിട്ടില്ല. ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കും, ചെറിയ സംഘങ്ങളായി നിസ്കരിക്കും. നബി തങ്ങൾ വഫാത്താകുന്നത് വരെ ഇങ്ങനെ തുടർന്നു. പിന്നെ സിദ്ദീഖ് തങ്ങൾ ഭരണത്തിൽ വന്നു. അവരുടെ ഭരണകാലത്തും മദീനത്തെ പള്ളിയിൽ ഒരു ഇമാമ് നിന്നിട്ട് നമ്മളെ പള്ളിയിലൊക്കെ നിസ്കരിക്കുന്ന മാതിരി തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലായിട്ട് സിദ്ദീഖ് തങ്ങളെ ഭരണകാലത്ത് നടന്നിട്ടില്ല. പിന്നെ ഉമർ തങ്ങൾ ഭരണത്തിൽ വന്നു. ഉമർ തങ്ങളെ ഭരണത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ അദ്ദേഹമാണ് ഭരണത്തിൽ മാറ്റം. അത് നിങ്ങൾക്ക് ബുഖാരി തന്നെ കാണാം. അബ്ദുറഹ്മാൻ ബിൻ കാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയാണ്, ഞാൻ ഒരു ദിവസം റമളാനിന്റെ രാത്രിയിൽ മദീനത്തെ പള്ളിയിൽ ഖലീഫ ഉമറിന്റെ കൂടെ ചെന്നു റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ജനങ്ങളുണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നു. ഈ തറാവീഹ് ചെറിയ സംഘങ്ങളായി നിസ്കരിക്കുന്നു, വേറെ ചിലര്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവരെ ഒറ്റ ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങള് അതിനു വേണ്ടി ഇങ്ങോട്ട് പരിശ്രമിച്ചു. മഹാന്റെ ഭരണകാലത്ത് ഉബയ്യ് ബിൻ കഅബ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ ഇമാമാക്കി നിർത്തിയിട്ട് ഉബയ്യ് ബിൻ കഅബിന്റെ പിന്നിൽ ഉമറിന്റെ ഭരണകാലത്ത് സ്വഹാബത്ത് നിസ്കരിച്ചത് 20 റക്അത്താണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് സുന്നി മുജാഹിദൊക്കെ അംഗീകരിക്കോ? ഓ, അതംഗീകരിക്കും. അതിപ്പോ മുജാഹിദും പറയും ഉമറിന്റെ ഭരണകാലത്ത് അങ്ങനെ തന്നെ നിസ്കരിച്ചിരിക്കുന്നത്. അപ്പൊ അവരോട് ചോദിക്കും നമ്മൾ, എന്താ പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? അപ്പൊ അവര് പറയും, അത് ഉമർ ചെയ്തതല്ലേ. ഉമർ ചെയ്തതല്ലേ എന്ന് ഒഴിവാക്കേണ്ടല്ല. നബിയുടെ പിറകില് 2 or 3 ദിവസം നിസ്കരിക്കാൻ പോയ സ്വഹാബിമാർ ഉബയ്യ് ബിൻ കഅബിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ ഇവിടെ നിസ്കരിക്കാൻ അവരുണ്ട്. ഇവിടെ ഉബയ്യ് ബിൻ കഅബ് നിസ്കരിച്ചിരുന്നത്, നബി തങ്ങൾ നിസ്കരിച്ചിരുന്നത് 8 ആയിരുന്നെങ്കിൽ ആ സ്വഹാബത്ത് 8-ലധികം നിസ്കരിക്കുന്നത് കാണുമ്പോ പ്രിയപ്പെട്ടവരെ ചോദ്യം ചെയ്യൂലേ? അവരാരും ചോദ്യം ചെയ്തില്ല. ഉമർ എന്നവരെ ചോദ്യം ചെയ്തില്ല, ഉബയ്യ് ബിൻ കഅബ് എന്നവരെ ചോദ്യം ചെയ്തില്ല. അപ്പോൾ സ്വഹാബത്തിന്റെ ഇജ്മാ ആണ് തറാവീഹ് 20 റക്അത്താണെന്നത്. സ്വഹാബത്തിന്റെ ഇജ്മാ. അപ്പൊ ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് 20 റക്അത്താണ്. ഇതിലൊക്കെ നമുക്ക് സ്വഹാബത്തിന്റെ മാതൃക ഇതാ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സ്വഹാബത്തിനെ മാറ്റി നിർത്തിയാൽ ഒരു ദീനില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
സ്ത്രീകളുടെ പള്ളിപ്രവേശം. ഇപ്പൊ സുന്നികളായ മുസ്ലിങ്ങളുടെ ഒരു പള്ളിയിലും പെണ്ണുങ്ങൾ ജുമാക്കോ ജമാഅത്തിനോ ഇല്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ നിങ്ങൾ കാണുന്നൊരു കാഴ്ച ഉണ്ട്. അതെന്തായാലും തെറ്റിദ്ധരിക്കണ്ട. എന്താണ്? യാത്രക്കാരായ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് കാണിച്ചിട്ട് ചിലർ പറയും, ഇപ്പൊ കണ്ടോ സുന്നികളും തുടങ്ങിയില്ലേ? ഇല്ലട്ടോ, ഇത് രണ്ടും രണ്ടാണ്. എന്താണ് നമ്മൾ പറയുന്നത് അറിയോ? ഒരു പെണ്ണ് പള്ളി പുണ്യമുണ്ടെന്ന് കരുതിയിട്ട് അവൾ വീട്ടിൽ നിന്ന് പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന് പോകണോ? അങ്ങനെ ഒരു പെണ്ണിന് പള്ളിയിൽ ചെന്ന് നിസ്കരിക്കൽ പുണ്യമുണ്ടോ? അങ്ങനത്തെ പുണ്യമുണ്ടായിരുന്നെങ്കിൽ ആ പുണ്യം കാണിക്കേണ്ടതാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരല്ലേ? മഹാനായ ശാഫിഈ ഇമാം പറയുന്നത് കാണാം, നബി തങ്ങളുടെ ഒരു ഭാര്യയും ഒരു പെൺമക്കളും സ്വഹാബിമാരെ ഭാര്യമാരോ പെൺമക്കളോ ഒരു ജമാഅത്തിന് പോയിട്ടില്ല. ഒറ്റ ജുമഅക്കും പോയിട്ടില്ല, ഒരു ജമാഅത്തിനും പോയിട്ടില്ല. സഹോദരിമാരിത് മനസ്സിലാക്കണം. കാരണം എന്താ? നബി തങ്ങൾ അവരെ പഠിപ്പിച്ചെന്നറിയോ? ഖൈറു മസാജിദിൻ നിസാഇ കഅറു ബുയൂതിഹിന്ന. ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാണ്? ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി അവളുടെ വീടിന്റെ അകത്തളമാണ്. വീടിന്റെ അകത്തളമാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അന്യ പുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമഅക്ക് വരുന്ന പള്ളിയില്ലേ, ജമാഅത്ത് നടക്കുന്ന പള്ളിയില്ലേ, ആ പള്ളിയിലെ നിസ്കാരം നിങ്ങൾക്ക് പുണ്യമില്ല. നബി തങ്ങൾ പറഞ്ഞത് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. നിങ്ങൾക്ക് ഖൈർ എവിടെ? നിങ്ങളെ വീടാണ്. നിങ്ങൾ വീട്ടിലാണ് നിസ്കരിക്കുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അൽഹംദുലില്ലാ, ഏതായിരുന്നാലും പൊതുരംഗത്ത് സ്ത്രീകൾ ഇറങ്ങണ്ടെന്നുള്ളത് സലഫികൾ കഴിഞ്ഞ കോഴിക്കോട് കളപ്പുറത്ത് സമ്മേളനം നടത്തിയ ടീം പത്രസമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങൾ അങ്ങനെ പൊതുരംഗത്ത് വരേണ്ടവരല്ല. എനിക്ക് ചിരി വന്നുപോയി. ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കാണുകയാണോ വിചാരിച്ചു. പറയുന്നത് AP ഉസ്താദാണോ എന്ന് കരുതിയിട്ട് ഒന്നും കൂടി കണ്ണു തുറന്നു നോക്കി. അല്ല, മൗലവിമാർ തന്നെയാണ്. അല്ല, മാറ്റങ്ങൾ ആലോചിച്ച് നോക്കണം. പൊതുരംഗത്ത് പെണ്ണുങ്ങൾ വരേണ്ടതില്ല. ഇന്ന് ഏറ്റവും അധികം ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക അല്ലേ? ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും കടക്കുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മനസ്സിലായി കണ്ടില്ലേ, ഒരു വക്കീൽ സ്വന്തം ഭാര്യനെ 2ാം കെട്ട് കെട്ടി. എന്തിനാണോ? ഇസ്ലാമിൽ നീതിയില്ലാത്തതിൻ്റെ പേരിൽ. വല്ലാത്തൊരു വക്കീൽ തന്നെ, വല്ലാത്തൊരു കഷ്ടം. എന്തൊരു ആവേശ മാധ്യമങ്ങൾക്ക്, മീഡിയകൾക്ക് മുസ്ലിം പെണ്ണിനെങ്ങനെ ചർച്ച ചെയ്യാനും. സന്തോഷം കേട്ടോ. പക്ഷെ ഏത് വിവാദങ്ങളും ഇസ്ലാമിന് അനുകൂലമേ ആവൂ. ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിനെതിരെ നിന്ന വിമർശനങ്ങൾ, വിവാദങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്. ആ വിവാദങ്ങളിൽ മുഴുവനും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ മറ്റുള്ളവർ സ്വീകരിക്കുന്ന അവസ്ഥ വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇസ്ലാം സ്ത്രീകളുടെ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന സന്ദേശം? ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട യുവതികളെ, ക്യാമ്പസുകളിൽ പഠിക്കാൻ പോകുന്ന കോളേജ് പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നിങ്ങൾ കേൾക്കാറില്ലേ, ഇസ്ലാമിലെ പെണ്ണിന് വേണ്ടത്ര സ്വാതന്ത്ര്യം ഈ മതം നൽകുന്നില്ല എന്ന്. ശരിയാണോ? നമ്മൾ എന്താ അറിയണത്? എനിക്കിങ്ങനെ ചിരിയൊന്നു പോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തൊട്ടടുത്ത ഇടുക്കിയിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പ്രസവിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയെത്താത്ത സഹപാഠിയെ പോലീസ് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നിച്ചിരിക്കണം, അതിലാണ് സമത്വം. അങ്ങനെ കുട്ടികൾ ഒന്നിച്ചിരിക്കാൻ കാണിക്കുന്ന ഈ ത്വരയെ സംബന്ധിച്ചുകൊണ്ട് കുട്ടികൾ മാസാണെന്ന് പറഞ്ഞുകൊണ്ട് FB-യിൽ പോസ്റ്റ് ഇട്ട വലിയ വലിയ ആളുകളുണ്ട്. പക്ഷേ പിള്ളേര് മരണമാസാണെന്ന് തെളിയിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കുന്നു, മതം പറയുന്നതിൻ്റെ മര്യാദ ബുദ്ധിയുള്ളവര് തിരി. ഇവിടെ ഇപ്പോൾ ഒരാണും പെണ്ണും തുല്യാക്കാൻ ആരെങ്കിലും വിചാരിച്ചിട്ട് നടക്കുമോ? എനിക്കറിയില്ല. ഇപ്പൊ ഈ തിരുവനന്തപുരത്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് പേര് സയദ് എന്നൊരാണിൻ്റെ പേര് സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തറിയോ? ഓൾക്കൊരു പൂതി. എന്താ പൂതി? ഓൾക്കൊരാണാകാൻ പൂതി. എന്നിട്ടോ മുടിയൊക്കെ മുറിച്ചു കളഞ്ഞു. അതിനിപ്പോൾ ബാർബർ ഷാപ്പ് കയറിയ 10-100 കൊടുത്ത് അപ്പരിപാടി നടക്കും.
അല്ലെങ്കിൽ അവനാൻ തന്നെ ചെയ്യാം. ആ പെണ്ണിന്റെ സ്തനങ്ങൾ റിമൂവ് ചെയ്തു. ആണിന്റെ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് ഹോർമോൺ ചികിത്സകളൊക്കെ നടത്തി. അങ്ങനെ ഒരു പാൻറ്റും കുപ്പായൊക്കെ ഇട്ട് ആണിന്റെ കോലം കെട്ടി. ഇനി വേറൊരു പെണ്ണ്, സിയാദ് പേരുള്ളൊരു പെണ്ണ്, ആണ്. ഓൻക്കൊരു പൂതി പെണ്ണാകണം. അപ്പൊ ഓൻ ചെയ്തതെന്തറിയോ? മറ്റോള് മുടി മുറിച്ച ആണായപ്പോ ഇവൻ മുടി നീട്ടി വളർത്തി. അങ്ങനെ പെണ്ണിന്റെ ശബ്ദമൊക്കെ കിട്ടാൻ വേണ്ടി ഇവനും ചികിത്സ നടത്തി. അങ്ങനെ ഈ തിരുവനന്തപുരത്തുള്ള സയദ് എന്ന് പറയുന്ന പെണ്ണ് കോഴിക്കോട് ഉമ്മളത്തൂരിൽ വന്നു. ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയാണ്. ആ ജീവിതത്തിനിടയിൽ ഒന്നാണാണ്, ഒന്ന് പെണ്ണാണ്. വേഷമേ മാറിയിട്ടുള്ളൂ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ആണിന് നൽകിയ സവിശേഷത ആണിലുണ്ട്, പെണ്ണിന് നൽകിയത് പെണ്ണിലുണ്ട്. ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഈ പെണ്ണ് ഗർഭം ധരിച്ചു. വല്ലാത്ത അത്ഭുതം. ചില മാധ്യമങ്ങളൊക്കെ വാർത്ത ആശ്ചര്യത്തോടെ റിപ്പോർട്ട് ചെയ്തെന്നറിയോ? ശാസ്ത്രീയ ലോകത്തിന്റെ നേട്ടം. എന്ത്? പെണ്ണ് ഗർഭിണിയായത്. ഇത്ര കേൾക്കാ പടിഞ്ഞാറ്. ആദ്യമായിട്ടൊരു പെണ്ണ് ഗർഭിണിയാകാണല്ലോ. ഇത് ഏത് കാലം മുതൽ തുടങ്ങിയതാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. 8 നിലയിൽ പൊട്ടിപ്പോയില്ലേ ഇവർ മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിന്റെ അടിത്തറ? ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? എനിക്ക് ചിരി വന്നറിയോ? പാവം ഈ പെണ്ണുണ്ടല്ലോ, ഈ സ്ഥലങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വയറിൽ കുഞ്ഞുമായിട്ട് നടക്കുന്ന പെണ്ണ്. ആ പെണ്ണ് മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റെ സ്ഥലങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞാവക്ക് പാല് കൊടുക്കായിരുന്നു. കാരണം മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരും, മറ്റേത് മുറിച്ചു കളഞ്ഞ പിന്നെ വരൂലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അമ്മിഞ്ഞപ്പാല് നിഷേധിച്ച ഈ ദമ്പതികൾക്കെതിരിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. ഈ രാജ്യത്തെ മനുഷ്യാവകാശ നിയമപ്രകാരം എന്തെല്ലാം വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ പറ്റുമോ ആ നിലയ്ക്ക് കേസെടുത്ത് ഈ തമ്മാടിത്തരവും വൃത്തികേടും ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത കാണിക്കുകയാണ് ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ ഇതിലൂടെ മതം മുന്നോട്ട് വെച്ച നയം തന്നെയല്ലേ ഇവിടെ ശരിയെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? ആണിനെ പെണ്ണാക്കാൻ കഴിയോ? പെണ്ണിനെ ആണാക്കാൻ കഴിയോ? രണ്ടാളും കൂടി ഒരു ബെഞ്ചിലിരുന്നാൽ നടക്കുവോ? പേനക്കുപ്പായ മാറ്റിയിട്ടാ നടക്കുവോ? അതുകൊണ്ട് കാണു പെണ്ണാവോ പെണ്ണാണാവോ? കഴിയില്ല സഹോദരങ്ങളെ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആണിന്റെയും പെണ്ണിന്റെയും ശരീരഘടന തുല്യമല്ല. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ക്യാമ്പസ് ലൈഫിലുണ്ട് ഒരു പ്രത്യേക കൾച്ചർ. അതെന്താ? എൻ്റെ ബോഡി എൻ്റെ ചോയ്സ്. ഞങ്ങളുടെ കാര്യത്തിലൊന്നും ആരും അഭിപ്രായം പറയണ്ട. മാതാപിതാക്കൾ ഇടപെടണ്ട, അധ്യാപകന്മാർ ഇടപെടണ്ട. അങ്ങനെ എല്ലാവരും അവരവരുടെ ചോയ്സ് അനുസരിച്ച് ജീവിക്കട്ടെ. കുട്ടികളൊക്കെ എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ എൻജോയ് ചെയ്തതിൻ്റെ ഒരു ഗുണം ഇപ്പം 16 വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ച് കിട്ടിയത്. പക്ഷെ ആ പെൺകുട്ടി ഒരു കാര്യം തെളിയിച്ചു കൊടുത്തുണ്ടോ? എന്താ? സാധാരണ പിന്നെ സാധാരണയൊക്കെ ഒരു പെണ്ണ് 10 ഗർഭം ധരിക്കുന്നതിന് മുമ്പ് എത്ര ടെസ്റ്റ് നടത്തണം, എന്തെല്ലാം ഗുളിക കഴിക്കണം. അതില്ലം കണ്ടല്ല പ്രശ്നമായിരുന്നു പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇസംഭവത്തോടുകൂടെ ചിലർ ചോദിക്കുന്ന ചോദ്യം അതാണ്, ഇതൊന്നും ആവശ്യമില്ലാതെ ഒരു പെണ്ണ് പ്രസവിക്കില്ലല്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. ഇന്ന് അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, പെണ്ണും ആണും തുല്യമാണെന്ന് സയൻസിന് പറയാൻ കഴിയുമോ? മതം നടക്കട്ടെ, മതം പറഞ്ഞത് കേൾക്കണ്ട, ഖുർആൻ പറഞ്ഞത് കേൾക്കണ്ട. ശരി, എല്ലാവർക്കും സയൻസ് ആണല്ലോ വലിയ സംഭവം. ആ സയൻസ് പറഞ്ഞത് എന്താ? ആണും പെണ്ണും തുല്യമാ? ആണോ? 1375 ഗ്രാം ആ പെണ്ണിന്റെ പുരുഷന്റെ തലച്ചോറ്. 1375 ഗ്രാം. ഒരു പെണ്ണിന്റെ തലച്ചോറോ 1260 ഗ്രാം. ചോദിക്കട്ടെ ഞാൻ, ആണും പെണ്ണും തുല്യമാണോ? ആണും പെണ്ണും തുല്യമാണോ? 1375 ഗ്രാം പുരുഷന്റെ തലച്ചോറുള്ളപ്പോ ഒരു പെണ്ണിന്റെ തലച്ചോറ് 1260 ഗ്രാമാണ്. തലച്ചോറിന്റെ തൂക്കത്തിൽ വ്യത്യാസം. ഇനി ഞാൻ ചോദിക്കട്ടെ, വൃക്ക 160 ഗ്രാമാണ് ഒരു പുരുഷന്റെ വൃക്കയുടെ തൂക്കമെങ്കിൽ ഒരു പെണ്ണിന്റെ വൃക്ക തൂക്കം അത് 140 ഗ്രാമാണ്.
പുരുഷന്റെ ഹൃദയം 350 ഗ്രാം ആണെങ്കിൽ ഒരു പെണ്ണിന്റെ ഹൃദയ തൂക്കം 250 ഗ്രാം ആണ്. ഒരു പുരുഷന്റെ കരള് 1600 ഗ്രാം ആണെങ്കിൽ ഒരു പെണ്ണിന്റെ കരള് 1500 ഗ്രാം ആണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷന്റെ ശരീരത്തിലുള്ള രക്തം, ഒരു പെണ്ണിന്റെ ശരീരത്തിലുള്ള രക്തം, പെണ്ണിന്റെ ശരീരത്തിലുള്ള രക്തത്തെക്കാൾ പുരുഷന്റെ ശരീരത്തിലുള്ള രക്തം 20% കൂടുതലാണെന്ന് പറയുന്നത് ആധുനിക സയൻസാണ് സഹോദരങ്ങളെ. ഇതന്നല്ലേ മതം പറഞ്ഞത്, ആണും പെണ്ണും തുല്യമല്ല, നിയമത്തിലുമുണ്ട് ഈ വ്യത്യാസം. മതം മുന്നോട്ട് വെച്ച നിയമത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ സദസ്സിൽ പെണ്ണില്ല, പെണ്ണ് കുറച്ച് അപ്പുറത്താ. ഇതൊക്കെ ഒരു വിവേചനല്ലേ? എന്തിനാ ഇപ്പം ഒരു മതിലിൻ്റെ അപ്പുറം? എന്തിനാ ഒരു മറ? പ്രിയപ്പെട്ട മോളെ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, ഈ മറയുണ്ടല്ലോ, ഈ ഹിജാബ് ഉണ്ടല്ലോ, അത് ധാർമ്മികതയുടെ ഹിജാബാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം നോക്കി, ഇവിടെ പല പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഈ പെണ്ണുങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഓല് കാണിക്കുന്ന ചില കോമാളിത്തരങ്ങളുണ്ട്. എന്താ അറിയോ? ബാനർ കെട്ടാൻ പെണ്ണ് കോണി വെച്ച് കയറുക, എന്നിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വിടുക. മുസ്ലിം പെണ്ണുങ്ങൾ ഉയരങ്ങൾ കീഴടക്കട്ടെ. ഓ, വല്ലാത്തൊരു സംഭവം തന്നെ. നിങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആയിഷ ബീവിന്റെ അധ്യക്ഷതയിൽ ഉമർ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തിയ ഒരു സംഭവം ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ടാ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാ? ആയിഷ ബീവിന്റെ മടിത്തട്ട് കിടന്നിട്ട് ആ മുത്തുനബി തങ്ങൾ വഫാത്തായത്. ബുദ്ധിയുള്ള പെണ്ണ, 18 വയസ്സാ ആയിഷ ബീവിക്ക് നബി വഫാത്താകുമ്പോ. നല്ല ബുദ്ധിമതിയായ പെണ്ണ. എന്നാൽ നബിയുടെ കാലശേഷം ആയിഷ ബീവിക്ക് ഭരണാധികാരം കൊടുത്തുകൂടായിരുന്നു. ലോകത്ത് എത്ര അമ്പിയാക്കൾ വന്നു, ഒരു പുരുഷനല്ലാതെ ഒരു പെണ്ണ് നബിച്ചയായത് നിങ്ങൾ എവിടെയെങ്കിലും ചരിത്രത്തിൽ വായിച്ചു? നബിയുടെ കാലശേഷം 4 ഖുലഫാ വന്നു, പെണ്ണുണ്ടോ? റസൂലുള്ളാഹിന്റെ പൊന്നു മോള ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥ സ്ഥാനം കൊടുത്തോ? എന്തേ കാരണം? ആണ് പെണ്ണല്ല, ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണ് ആണിനെ പോലെയല്ല. അത് വിചാരിച്ച് പെണ്ണുങ്ങളെ നിങ്ങളെ മോശമാക്കിയിട്ടില്ല മതം. ചിലർ പറയും ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്നും പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ മതം സ്വാതന്ത്ര്യം കൊടുക്കണില്ല. ആരെ പറഞ്ഞു? അങ്ങനൊന്നും ഇല്ലാത്ത വെറുതെ പറയാം. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഹിജാബ് പാലിക്കണം, നിങ്ങൾ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 2 മിഠായിയുടെ കവറെടുക്ക്, 2 മിഠായി എടുക്കുക, കവറിൽ ഉള്ള 2 മിഠായി, അതിലൊരു മിഠായി കവറോടുകൂടെ നിങ്ങൾ ഇതാ ഈ റോഡിന്റെ മേലെ ഇടുക. കവറ് പൊട്ടിച്ചിട്ട് ആ വീട്ടിന്റെ മുറ്റത്തൂടി വേറെ മിഠായി. എന്നിട്ടൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ 2 മിഠായിൻ്റെ അടുത്തൊന്ന് വന്നു നോക്കുക. ഏത് മിഠായിലാണ് ഉറുമ്പ് വന്നത്? കവറോട് കൂടെ ഇട്ട മിഠായിൻ്റെ ഇവിടെ ഉറുമ്പിനെ 4 ഇനത്തേക്ക് വന്നിട്ടില്ല. കാരണം ഉറുമ്പിന് മനസ്സിലായിട്ടില്ല, അതിൻ്റെ ഉറുമ്പിന് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയൂല. ആ കവർ ഒരു കവചയാണ്, അത് വല്ലാത്ത ഒരു പരിചയമാണ്. അതേ സമയത്ത് ആ വീട്ടുമുറ്റത്തിട്ട കവർ പൊട്ടിച്ച മിഠായില്ലേ, അതിൽ നിറയെ ഉറുമ്പ്. ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട്, അനുജത്തിമാരോട്, ജ്യേഷ്ഠത്തിമാരോട്, സഹോദരിമാരോട് പറയട്ടെ, പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പാട്ട കാമുകന്മാര്. മര്യാദക്ക് വേഷം ഹിജാബില്ലെങ്കിൽ ഈ മിഠായി കവറിൽ ഉറുമ്പ് കടന്നുകൂടിയതുപോലെ കാമുകന്മാർ നിങ്ങളുടെ ശരീരം കൊത്തിപ്പറിക്കാൻ വരും. ഒരു കാര്യം എല്ലാവരും സംഭവിച്ചല്ലോ, പെണ്ണിൻ്റെ ഇന്ന് സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇടുക്കിയിൽ 16 വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു. സ്വന്തം സഹപാഠിയിലൂടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിക്കൊക്കെ വേണ്ടി വാദിച്ചിരുന്നവർ ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ, ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ. വാ പൊളിച്ചേ മതിയാവൂ നിങ്ങൾ. ഫെമിനിസ്റ്റുവാദികൾ സ്ത്രീ സംരക്ഷകരല്ല, സ്ത്രീയുടെ നാശകാരികളാണെന്ന് തിരിച്ചറിയാൻ, നട്ടല് നിവർത്തി പ്രതികരിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ ആർജവം കാണിക്കണം. പരസ്യമായിട്ടല്ല, നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങൾ ഈ വേഷത്തിൽ സുരക്ഷിതരാണ്, ഞങ്ങൾ ഈ വേഷത്തിലാണ് സുരക്ഷിതർ എന്ന് മുസ്ലിം പെൺകുട്ടികൾക്ക് പറയാൻ കഴിയണം. എന്തേ കാരണം? യേശുദാസ് പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ അധികം അവർക്ക് പീഡനം വരാൻ കാരണം അവരുടെ വസ്ത്രധാരണ പ്രധാന ഒരു കാരണമാണെന്ന് ഗായകൻ യേശുദാസ് പറഞ്ഞതാ. അതെങ്ങാനും പടച്ചമ്പുരാനെ എ പി ഉസ്താദ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പുകില് കെട്ടടങ്ങുമോ? എന്തൊക്കെ ചർച്ചയോ, അന്തിച്ചർച്ച ഉണ്ടാവും മാധ്യമങ്ങൾക്ക്.
കാന്തപുരത്തിന്റെ വാക്കുകളെ കുറിച്ചുള്ള നീണ്ട ചർച്ചകൾ. എല്ലാവരും ഉണ്ടാവും. ഒറ്റ ദിവസം ഒരു അന്തിച്ചർച്ചയും കണ്ടില്ലല്ലോ. അതിന്റെ യേശുദാസ് പറഞ്ഞത് യേശുദാസ് ആണെങ്കിലും കാര്യ പറഞ്ഞത്, ഇസ്ലാം അതാ പറഞ്ഞത്.